ഒരു പെണ്ണാണ് ഈ പറഞ്ഞ പോലെ ഭാര്യയായിട്ട് എനിക്ക് പലപ്പോഴും ശ്രീവിദ്യ എന്ന് പറയുന്ന വ്യക്തിയോട് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പ്രേമകഥകളൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് അവിടെ റേഞ്ച് ഇല്ല. അതായത് റേഞ്ച് ഇല്ലാത്ത സമയത്ത് നാച്ചുറലി അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ വീട് കാണുമ്പോഴും ഇപ്പൊ ചിലപ്പോൾ അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ പോലും ആ വീട് കാണുമ്പോഴും നമുക്കറിയാം അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടി അവരനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവര് എടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവര് ഒരിക്കലും സ്വയവും മാറിയിട്ടില്ല എന്നുള്ളതാ. എത്ര കാലമായിട്ടാണോ ശ്രീവിദ്യയെ കാണുന്നത് അതൊക്കെ തന്നെയാണ് സംസാരത്തിലായാലും ശരി, ആറ്റിറ്റ്യൂഡിലായാലും ശരി, ജീവിതത്തെ കാണുന്നതായാലും ശരി. അത് എളുപ്പമല്ല. ഒരാളുടെ ഐഡന്റിറ്റി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. വലിയ വലിയ സംഭവം. ഐ മീൻ പുള്ളിക്കൊരു ഒരു സംഭവം ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര അഹങ്കാരം. ആരുടെ എൻ്റെ അടുത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിലാണ് തോന്നുക ശ്രീവിദ്യ മെച്ചോർഡ് അല്ല എന്നൊക്കെ. ഇപ്പൊ നോക്കൂ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ശ്രീവിദ്യ ഇങ്ങോട്ടേക്ക് അയച്ച മെസ്സേജ് നേരിട്ട് കാണും, എന്നിട്ട് നമുക്ക് അത് വളരെ മെച്ചൂർഡ് അത് ഭയങ്കര വലിയ കാര്യമല്ലേ. കാരണം നമ്മളൊരാളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിന് പോകുമ്പോഴൊക്കെയാണ് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക, അയാളുടെ സംസാരം എങ്ങനെയാണ്, അയാളുടെ നോട്ടങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവും. ഉറപ്പായിട്ടും. അതേപോലെ ഞാൻ ഈ പാർട്ട് 3 ഉണ്ട് എൻ്റെ ലവ് സ്റ്റോറിയുടെ, അതെല്ലാവരും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാനത് വൃത്തിയായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം, ലവ് സ്റ്റോറി പാർട്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കരുതിയതുപോലെ എസ് ആയിരിക്കും എന്നല്ല, പക്ഷെ അവിടെ വേറൊരു ടെസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞാൽ എന്താ അറിയാമോ, ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം, ഒളിച്ചോടാനോ വേറൊരു പരിപാടിക്കോ ഞാനില്ല, അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം ഞാൻ ഓക്കെയാണ്. അവർക്കൊരു ഒരു 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 സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ കാസർഗോഡുകാർക്ക്, ഇപ്പോഴില്ല. ആ ടൈമിൽ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇവർ അവിടെ ഉള്ളവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറ്. കേട്ടിട്ടുണ്ടാവും. കാരണം അത്രയും ദൂരത്തിലോട്ട് ഇവർക്ക് വരിക, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എവിടെ നിന്നാണ് പെണ്ണ് ചോദിച്ച് പോകുന്നതെന്നും കൂടെ ആലോചിക്കണം. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ. രണ്ട് കൾച്ചർ, രണ്ട് ഡിഫറെൻറ്റ് സ്ലാങ്, മൊത്തത്തിൽ ടോട്ടലി എന്താ പറയുക, അങ്ങേയറ്റം ഇങ്ങേറ്റം ഉള്ള രണ്ട് കുടുംബക്കാരാണ്. അപ്പം അങ്ങനെ പറഞ്ഞാണ് ചിന്നു അന്ന് അവിടെ നിർത്തുന്നത്. അപ്പോൾ അത് തേർഡ് പാർട്ടിൽ തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. അവിടെ നിന്ന് പിന്നെ കറക്റ്റായിട്ട് വീട്ടുകാർ സമ്മതിച്ചു കേട്ടോ. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവളെന്നെ തേച്ചിട്ട് പോകാനായിട്ടാ, 100% വിഷ്ണുവെ. അവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോൾ വരാവേ ഇവിടെ നിന്ന് കേട്ടാന്ന് പറഞ്ഞിട്ട് ഇവള് കാസർഗോഡ് മുങ്ങിയേനെ. അങ്ങനെ അതെ ചിന്നുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് ഇന്റർനാഷണലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. വളരെ ഇപ്പൊ ഇന്റർനെറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റിൽ പോയിട്ട് ഏറ്റവും എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻസിൽ ഒരെണ്ണമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ വലിയ ഒരു കാര്യമാണ്. അതാണ് അറിഞ്ഞോ അറിയാതെയോ രാവിലെ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പം വിഷ്ണു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം സ്റ്റോറി ടെല്ലർ ഇത്രയും വലിയ പരിപാടിയാണ്. അതെ, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം കുട്ടികളിലേക്ക് മോറൽസ് ഇൻഫ്യൂസ് ചെയ്യാണല്ലോ ഇവര്. ഇപ്പോൾ ഒരു ഈസോപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു, അതായത് ഒരു സ്ഥലത്തൊരു നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ സോളമൻ രാജാവിന്റെ ഒക്കെ കഥ പറയുമ്പോൾ അങ്ങനെയല്ല, നീതി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആണ് കുട്ടികളിലേക്ക് പല വാല്യൂസ് കൊടുക്കണമല്ലോ. അത് വലിയൊരു പ്രൊഫഷനായിട്ടാണ് അവിടെ മനസ്സിലാക്കുക. ഈ സ്റ്റോറി ടെല്ലിംഗിൽ എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന് ഒബ്സർവേഷനാണ്. ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരു സീരീസ് പറയുമ്പോഴും ഇപ്പോൾ തെയ്യത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയാം, അങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ചെറിയ കുട്ടി വളരെ രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെണ്ട കൊട്ടുന്നൊരു കാര്യം പറയുന്നുണ്ട്. അത് അത്ര എളുപ്പത്തിൽ ആളുകൾ ചിലപ്പോൾ റീലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊന്നും വരില്ല. ഈ ഒബ്സർവേഷൻ പണ്ട് മുതലുണ്ടോ? പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാണ്. അങ്ങനെ ഒബ്സർവേഷൻ ആണെന്നുള്ളൊരു പരിപാടിയല്ല. പോകുമ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് നോക്കും. എനിക്കൊന്ന് ആ സിനിമാ പരിപാടി മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും, നാളെ എവിടെയെങ്കിലും അത് ഉപയോഗപ്പെടുമല്ലോ എന്നുള്ളൊരു സാധനം കൊണ്ടായിരിക്കാം മേ ബി. പണ്ട് മുതലേ ഉള്ള, ഞാൻ 8ാം ക്ലാസ് മുതൽ ഷോർട്ട് ഫിലിം പിടിച്ച് തുടങ്ങിയ ആളാണ്. 8ാം ക്ലാസ് നമ്മുടെ പഴയ ചെറിയ മൊബൈലിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ എവിടെ പോയാലും ഈ പരിപാടിയുണ്ട്. ഇപ്പോഴും അതെ, എവിടെ പോയാലും മൊത്തത്തിലൊന്ന് നോക്കും, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്ന പരിപാടി എന്നുള്ളത് നോക്കുന്ന പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ചെണ്ടക്കാരൻ. പിന്നെ അവിടെ ഒരു മെസ്സിക്കാരൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല വിഷ്ണു. ഈ തെയ്യം ഭയങ്കര രസമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സി ഇങ്ങനെ അത് തിരിഞ്ഞിരിക്കാവൻ, ഏതാ മറ്റേ മെസ്സി ടീഷർട്ടൊക്കെ ഇട്ടവൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അതാ. ഇവിടെ വൻ പരിപാടി കിടക്കുന്നത്, ഏതാ ഐതിഹ്യപരമായിട്ടുള്ള ചാമുണ്ടി തെയ്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മെസ്സി അങ്ങനെ ഒന്ന് നോക്കുക, പരിപാടിയൊക്കെ കണ്ട് മെസ്സി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. സോ ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉള്ളൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര ഗുണമായിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം നോട്ടീസ് ചെയ്തില്ലേ, ഇപ്പം വിഷ്ണു നോട്ടീസ് ചെയ്തില്ല. അതുപോലെ എല്ലായിടത്തും ബാലി പോയപ്പോഴും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ അങ്ങനെ കുറേ പരിപാടിയുണ്ട് അവിടുത്തെ. എല്ലായിടത്തും പോകുമ്പോഴും ആ ഒരു പരിപാടി മൊത്തത്തിലുണ്ട് ഇപ്പോഴും. ഈ കൊളോക്കിയലായിട്ടുള്ള ടേംസ് ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മൾ എത്രമാത്രം ലോക്കൽ ആവുന്നോ
അത്രമാത്രം നമ്മൾ ആക്സെപ്റ്റബിൾ ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേ പോയി ഇതാവുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ലോക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് നമ്മൾ വീട്ടിലൊക്കെ പറയും ദേ പോയി ഞാൻ വരുന്നു എന്ന് പറയുന്നത് എൻ്റെ റീച്ച് എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ. അതുപോലെയാണ് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റീലുകളെല്ലാം അവസാനിപ്പിക്കുന്നത്. അതിനും ആളുകൾക്ക് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടമാണ്. മറ്റതും പറയും ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും. ഇത് ഞാൻ സ്ഥിരം പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള സാധനം വളരെ ലോക്കലി ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയാം. അപ്പോൾ അണ്ണാ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കുറച്ച് എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ആവണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ ഞാൻ സ്ഥിരം പറയാറുള്ള സാധനം തന്നെയാണ്. അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ മാന്യമായിട്ടല്ല കുറച്ചുകൂടെ രസകരമായിട്ട് അങ്ങ് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ആദ്യത്തിൽ. പിന്നെ അതങ്ങ് എല്ലാവരും പിന്നെ അത് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ കുന്നുംപുറത്ത് വെച്ചിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പയ്യൻ ഈ പറഞ്ഞ പോലെ ചേട്ടാ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ, അല്ല ഞാൻ പറഞ്ഞു താങ്ക് യു കേട്ടോ, എന്നിട്ട് കൈ എടുത്തിട്ട് ഞാൻ പോകുന്നിടത്ത് അപ്പോൾ ശരി ചേട്ടാ അങ്ങനെ ആവട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ സാന്ത്വന ചേട്ടൻ അങ്ങനെ ഒരു സാധനമുണ്ട്, വഴിയരികിൽ കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇതുള്ളതുപോലെ ഇത് അറിയാണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വീണ്ടും അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഈ റീൽസിന്റെ ഒരു പിക്ചറൈസേഷൻ ഈ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ട് ഇടയ്ക്ക് ഇതെന്താ ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ, ഭയങ്കര ഹൈ വോളിയത്തിലേക്ക് ആയിരിക്കും ആളുകൾ കഥ പറയുക, ഭീകരമായിട്ടുള്ള ട്രാൻസിഷൻസ്. ഇവിടെ ശരിക്കും അച്ചടി ഭാഷ പോലെ തന്നെ, ഏറെക്കുറെ അച്ചടി ഭാഷ പോലെ തന്നെ വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ വാക്കുകളുടെ ഇടയിലും പോസ് ഉണ്ട്, വ്യക്തതയുണ്ട്. ഇത് എഴുതിയിട്ടാണോ ചെയ്യുന്നത്? വലിയ പ്രോസസ്സാണ്. എനിക്ക് ഒരു റീല് ചെയ്യാനായിട്ട് ഏകദേശം 8-9 മണിക്കൂർ എടുക്കും. ദൈവസത്യം, ചുമ്മാ മറ്റേ തള്ളുന്നതല്ല. ചിന്നടുത്ത് ചോദിച്ചാൽ അറിയാം. ഞാൻ ആദ്യം എഴുതും. ആദ്യം ഒരു 2 മണിക്കൂർ എടുത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കണം. 2 മിനിറ്റേ ഉള്ളൂ വീഡിയോ, 2-2.5 മിനിറ്റേ ഉള്ളൂ വീഡിയോ. പിന്നെ എൻ്റെ ചിലപ്പോൾ 3 മിനിറ്റും പോകാറുണ്ട് കേട്ടോ വീഡിയോസ്. അപ്പോൾ ഈ 3 മിനിറ്റിന് വേണ്ടിയിട്ട് എഴുതുന്ന ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പം മിക്കപ്പോഴും കിടക്കാൻ നേരത്താണ് എഴുതുന്നത്. എഴുതി വയ്ക്കും, കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ ആ വിഷ്വൽ കാണും എഴുതും. അങ്ങനെ എഴുതി ഒരു 2 മണിക്കൂർ എഴുതാനെടുക്കും. ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം ഡബ് ചെയ്യുക. ഞാൻ ഡബ്ബിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വോയിസ് ഓവർ ഞാനിങ്ങനെ വിളിക്കത്തില്ല, ഞാൻ പക്ക ഡബ്ബിംഗ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ചെറിയ കുഞ്ഞ് ബട്ടൺ മൈക്കില്ലേ, ബട്ടൺ മൈക്ക് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത്, കാരണം ഇത് അടുത്തോട്ടായി കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ആ ടേം എനിക്ക് മറന്നുപോയി, ധും അപ്പം അതില്ലാതിരിക്കാൻ കറക്റ്റായിട്ട് ഇത് പിടിച്ച് ഓരോ ലൈനും ഡബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കേട്ട് അതിനിടയിൽ വരുന്ന സ്പേസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ. അപ്പോൾ അതിന് 2 മണിക്കൂർ എടുക്കും എങ്ങനെ പോയാലും, 2-2.5 മണിക്കൂർ എടുക്കും ഈ ഡബ് ചെയ്തതൊന്ന് അലൈൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസാണ്. വിഷ്ണു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ബാലി പോയതിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്ന സാധനം ഇത് തന്നെയാണ്. ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് ബാലിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഡ്രൈവർമാരുടെയും ഗൈഡുമാരും നമസ്കാരം പറയുന്നതാണ്. ഒരു ബൈ പറയുന്നതാണ് ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് അവർ എൻ്റെ അടുത്ത് പറയും പോലെ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്നാൽ അങ്ങനെ ഈ 5 പേരും ബൈ പറയുന്നതാണ്. ഒരാൾ നമസ്തേ, ഒരാൾ ബൈ, ഒരാൾ പിന്നെ കാണാമെന്നുള്ള രീതിയിൽ 5. അപ്പോൾ ഈ വിഷ്വലുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതിനെങ്ങനെ പോലും ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പോൾ 3ഉം 2ഉം 5ഉം 2ഉം 7 മണിക്കൂറോളം ആയി ഇപ്പോൾ തന്നെ. പിന്നെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും 8 മണിക്കൂർ ഒരു റീലിനായി.